ആൾക്കാരെയാണ്. കൊച്ചിലെ പിള്ളേരെ പഴയതുപോലെയല്ല, ഇപ്പൊ സൂപ്പറാണ്. അപ്പൊ നല്ലത് കിട്ടി, നേരെ വീട്ടിലേക്ക് കയറിച്ചത്, നേരെ വീട്ടിലേക്ക്. അപ്പൊ ഈ കുട്ടി ഞങ്ങളെ ബിലീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിട്ട്, അതായത് ആ കുട്ടി പറയുന്നത് കറക്റ്റ് ആണ്, ഒരു ഫേക്ക് അക്കൗണ്ട് അല്ല, അങ്ങനത്തെ ഒരു കാര്യത്തിനായിട്ട് ആ കുട്ടി വിത്ത് ഫോട്ടോ പ്രൂഫ് കാണിച്ചു തന്നു. കണ്ടത് നിജം, കാണാത്തത് പോയി, ഇത് രണ്ടും പോയി. പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത് അവന്റെ കഴിവായിട്ട് ഞാൻ പറയുമല്ല. ഈ പെൺകുട്ടികൾ ചെന്ന് സഹകരിച്ചിട്ടല്ലേ അവൻ അങ്ങനെ കൊണ്ടുപോയി കിടക്ക പങ്കിടാനുള്ള അവസരം വന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിലേ നമ്മുടെ 2-3 ചാനലുകളിൽ ഇങ്ങനെ പ്രമുഖ വ്ളോഗറായ കാർത്തിക് സൂര്യയെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസുകൾ ഞാൻ കാണാനിടയായി. അപ്പോൾ ആ വീഡിയോസിനകത്ത് കൊടുത്തേക്കുന്ന തമ്പനയിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖ വ്ളോഗറായ കാർത്തിക് സൂര്യ പീഡിപ്പിച്ച പെൺകുട്ടി വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ, അതായത് കാർത്തിക് സൂര്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടിയെ കാർത്തിക് സൂര്യയുടെ വീട്ടുകാരെ അപമാനിച്ച് വിട്ടു എന്നും പറഞ്ഞിട്ട് പ്രമുഖ വ്ളോഗറായ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞിട്ട് കുറേ 2-3-5-6 വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ ഒരു, അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലെ അവതാരകനാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഏറ്റവും നല്ല വ്ളോഗറാണ്. ഇടയ്ക്ക് വെച്ച് കാർത്തിക് സൂര്യയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് അത് പിന്നെ മുടങ്ങിപ്പോയി. അതെന്താണ് കാരണം എന്നുള്ള കാര്യം അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതിൽ അതിൽ എഴുതിയേക്കുന്ന തമ്പനയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖ വ്ളോഗർ പീഡിപ്പിച്ച പെൺകുട്ടി, കാർത്തിക് സൂര്യ പീഡിപ്പിച്ച പെൺകുട്ടി കാർത്തിക് സൂര്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ കാർത്തിക് സൂര്യയുടെ പേരൻസ് അവരെ ആ പെൺകുട്ടി അപമാനിച്ച് വിട്ടു എന്നാണ്. അതിനകത്ത് വീഡിയോ തുറന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. കാർത്തിക് സൂര്യ 5-6 പേരെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് അതിനകത്ത് പറയുന്നത് മുഴുവൻ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്തത് കണ്ടതിൽ ഞാനും വിചാരിക്കുന്നു അത് സത്യമായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടികൾ, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഒരാൾ വന്ന് ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാടാ എന്നൊക്കെ നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, അത് കല്യാണം വരെ എത്തുന്നു. പക്ഷേ ഈ കല്യാണം നടക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചെന്ന് സ്വയം ഹോട്ടൽ റൂമുകളിലും ഈ കൂട്ടുകാരുടെ വീടുകളിലും ഒക്കെ ചെന്നിങ്ങനെ അവരുടെ കൂടെ കിടന്ന് 5-6 പ്രാവശ്യം അവർ തമ്മിൽ ശാരീരിക സുഖം കണ്ടെത്തിയിട്ട് 5-6 പ്രാവശ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതിൽ കൂടുതലാവാനാണ് സാധ്യത. പക്ഷേ അതിങ്ങനെ ശരീരവും മനസ്സും പങ്കിട്ട് ഒരുപോലെ കിടന്ന് സുഖിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ആളിൻ്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ത് മര്യാദയാണത്? എന്ത് മര്യാദയാണ്? ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല അറിവും ബോധവും ഉള്ള പെൺകുട്ടികളാണെന്നാണ് ഒരു സാധാരണ ഒരു വൈപ്പ്. അപ്പം ഈ പെൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് വന്ന് പെണ്ണ് കണ്ട്, അല്ലെങ്കിൽ ഒന്ന് കല്യാണം ഉറപ്പിച്ച്, അല്ലെങ്കിൽ ഒരു വിവാഹ വാഗ്ദാനം എനിക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് ഉടനെ കൂടെ പോയും കിടക്കുമോ? അതെന്ത് നിയമമാണ്? സ്വയം പെൺകുട്ടികൾക്കൊരു വിലയില്ലാതെ മറ്റുള്ള പെൺകുട്ടികളെ കൂടെ പറയിക്കാൻ വേണ്ടിയിട്ട് ഈ കൂടെ ചെന്ന് കിടന്നു കൊടുക്കുമോ? കിടന്നു കൊടുത്ത് മനസ്സ് ശരീരവും പങ്കിട്ട് 5-6 പ്രാവശ്യം ശാരീരിക സുഖം കണ്ടെത്തിയതിന് ശേഷം എന്നെ പീഡിപ്പിച്ചേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ നല്ലത്? ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടികളും ഇല്ല അങ്ങനെ സ്വയം വിവാഹ വാഗ്ദാനം നൽകിയ ഒരാളുടെ കൂടെ ചെന്നിട്ട് കിടന്നു കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ അലറി വിളിച്ച് എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് നടക്കാൻ ഒരു കണക്കുറത്ത നാണം ഇല്ലേ? മനുഷ്യർക്ക് നാണോ മാനോ എന്ന് പറഞ്ഞിട്ട് സംഭവം ഇല്ലേ? കാർത്തിക് സൂര്യയ്ക്ക് ഇപ്പോൾ കൂട്ടുകാരുമായിട്ടൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് പറയുന്നു. കാർത്തിക് സൂര്യയുടെ തന്നെ കൂട്ടുകാരായ FRK ബ്ലോഗ്സ് എന്ന് പറയുന്ന ആ ചാനലിൽ വന്ന ഒരു വീഡിയോയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി വിളിച്ച് നമ്മളോട് കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങേരുടെ വീട്ടിലേക്ക് ചതിക്കപ്പെട്ട ഈ പെൺകുട്ടി നേരെ കയറി ചെന്നു. യൂഷ്വലി ഉള്ള പോലത്തെ
അയ്യോ എന്നൊന്നും ചെയ്യല്ലേ ഞാൻ പൊക്കോളാം എന്നുള്ള സെറ്റപ്പിലുള്ള പെൺകുട്ടി അല്ലായിരുന്നത്. നമ്മുടെ നാട്ടുകാരിയാണ്, കൊച്ചിയിലെ പിള്ളേരെ പഴയതുപോലെയല്ല, ഇപ്പൊ സൂപ്പറാണ്. അപ്പൊ നല്ലത് കിട്ടി, നേരെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അച്ഛനും അമ്മേരും, അച്ഛനാ വിട്ട്, അത് എന്താ പറയാ, അത് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ കേസ് ഞാൻ ഒഴിവാക്കിയതാണ് പണ്ട്. അപ്പൊ ഈ അമ്മേനെ ഓർത്തിട്ടാണ് ഞാൻ പല കാര്യവും പറയാതെ മിണ്ടാതെ ഇരുന്നേച്ചത്. ഇന്ന് ഞാനിപ്പോൾ വന്ന് ഇരിക്കണത് ഇങ്ങനെ ഒരു ട്വിസ്റ്റിൽ നടന്നുകൊണ്ടാണ്. ഈ അമ്മ പറയാണ്, ഈ കുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇങ്ങനെ എന്നെ പല രീതിയിൽ മുതലെടുത്തു, എന്നെ പറ്റിച്ചു, വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം ചെയ്ത് എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പഠിപ്പുള്ള, വളരെ ഫോർവേഡ് ചിന്താഗതിയുള്ള ഈ എറണാകുളത്തുകാരി പെൺകുട്ടിയാണ്, ഭയങ്കര എന്തോ പറയുന്ന സൂപ്പറായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അതാണ് ഈ സൂപ്പറായിട്ടുള്ള പെൺപിള്ളേരായാലും എറണാകുളത്തുള്ള പെൺപിള്ളേരായാലും ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്. ഈ വിവാഹ വാഗ്ദാനം നൽകിയാൽ ഉടനെ തന്നെ എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് നിന്നു കൊടുക്കുമോ, അല്ലെങ്കിൽ ചെന്ന് കിടന്നു കൊടുക്കുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടുപേരുടെയും സമ്മതം ഇല്ലാതെ എന്തായാലും ശാരീരിക ബന്ധം നടക്കത്തില്ല. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം ഈ കാർത്തിക് സൂര്യയുടെ മാത്രം കുറ്റം പറയേണ്ട കാര്യം എന്തുവാണ്? ഇപ്പം രണ്ടുപേർക്കും കൂടെ ഇഷ്ടമായതുകൊണ്ടല്ലേ ശരീരം പങ്കുവെച്ചത്. അതിനവരുടെ വീട്ടിൽ ചെന്നിട്ട് കല്യാണത്തിന് മുമ്പേ ചെന്ന് ആ ഒരു ശാരീരിക ബന്ധത്തിന് തയ്യാറായ ആ പെൺകുട്ടി വേണം കുറ്റം പറയാൻ, അല്ലാതെ കാർത്തിക് സൂര്യ അല്ല കുറ്റം പറയുന്നത്. അതെന്തായാലും ഞാൻ വഴിയെ പറയാം, ബാക്കി നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് നോക്കാം. ഫോർവേഡ് ചിന്താഗതിയുള്ള അച്ഛനമ്മമാര് ആയിട്ടുള്ളവർ അവർ പറയാണ്, ഇതുപോലെ വേറെ പിള്ളേര് ഭ്രമയുഗത്തിൽപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ സ്വന്തം മകന്റെ വാക്കുകളിൽ വീണ് ഇതിനു മുന്നേ വേറെ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. മോൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എന്താണ്, എന്റെ മോനെ ഒന്നും ചെയ്യരുത്, എന്റെ മോന് പ്രശ്നം ഉണ്ടാക്കരുത്, മോള് തിരിച്ചു കെട്ടിപ്പോണം. അപ്പോഴും സ്വന്തം മകൻ സിന്ദാബാദ്, ഒരു പെൺകുട്ടി ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ വന്ന് സ്വന്തം അതിനെന്താ പറയുന്നത്, ധൈര്യം സംഭരിച്ച് വീട്ടിൽ ചെന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് അനുഭവിച്ച ആളുടെ, അനുഭവിച്ചെന്നല്ല, ആരിൽ നിന്ന് അനുഭവിച്ചു അയാളുടെ പാരന്റ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ മിനിമം തിങ് സെൻസിബിൾ പേഴ്സൺ ക്യാൻ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലും ചെയ്തില്ല. ഇതെല്ലാം ആ കുട്ടി പറഞ്ഞതാണ്. അതുപോലും ആശ്വസിപ്പിക്കേണ്ട ഒരാവശ്യം ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 100% ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞാൽ ഉടനെ എന്ന് അവൻ്റെ കൂടെ നല്ല വേറെ ആരുടെ കൂടെ ആയാലും ശരിയല്ല, കിടക്ക പങ്കിടാൻ തയ്യാറായ പെൺകുട്ടി തന്നെയാണ് തെറ്റ്. വേറെ ആരും ഇതിനകത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ കാർത്തിക് സൂര്യ അല്ല, ഈ പെൺകുട്ടിയല്ല, വേറെ ഏത് പെൺകുട്ടികളായാലും ശരി തന്നെ, കല്യാണം എന്നൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അത് കഴിഞ്ഞിട്ട് കൂടെ കിടക്കാമെന്ന് പറയണം. അതിനുള്ള ധൈര്യം പെൺകുട്ടികൾക്ക് കാണിക്കാൻ പഠിക്കണം. അല്ലാതെ 2-5-6 വട്ടം എന്നെ പീഡിപ്പിച്ചു, അല്ലെ 5-6 പെൺകുട്ടികളെ മുമ്പും ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത് അവൻ്റെ കഴിവായിട്ട് ഞാൻ പറയുമല്ല. ഈ പെൺകുട്ടികൾ ചെന്ന് സഹകരിച്ചിട്ടല്ലേ അവൻ അങ്ങനെ കൊണ്ടുപോയി കിടക്ക പങ്കിടാനുള്ള അവസരം വന്നതെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു വോയിസും കൂടെ ഞാൻ കേൾപ്പിക്കാം. ഇതൊക്കെ അനുഭവിക്കുന്നത് ചുറ്റുമുള്ള ബാക്കിയുള്ളവരാണെന്നുള്ളതാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി കുറെ പെൺകുട്ടികൾ. അപ്പൊ ഈ ഒരു പെൺകുട്ടി ആദ്യം നമുക്ക് മെസ്സേജ് ആണ് അയക്കേണ്ടത്. അപ്പൊ അയച്ചപ്പോ ഞാൻ അത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല, വൈഫാണ് കണ്ടത്. വൈഫ് ആദ്യം വിശ്വസിച്ചില്ല. അപ്പൊ ഞങ്ങളാണ് കണ്ടമാനം മെസ്സേജസ് പോലെ വരാറുണ്ട്, നമ്മൾ ആരും അതിൽ റെസ്പോണ്ട് ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഈ കുട്ടി ഞങ്ങളെ ബിലീവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിട്ട്, അതായത് ആ കുട്ടി പറയുന്നത് കറക്റ്റ് ആണ്, ഒരു ഫേക്ക് അക്കൗണ്ട് അല്ല, അങ്ങനത്തെ ഒരു കാര്യത്തിനായിട്ട് ആ കുട്ടി വിത്ത് ഫോട്ടോ പ്രൂഫ് അയച്ചു തന്നു. കണ്ടത് നിജം, കാണാത്തത് പോയി, ഇത് കണ്ടും പോയി. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല.
അതിനുശേഷം ആ കുട്ടി വിളിക്കും. ആ കുട്ടിയുടെ നമ്മൾ സംസാരിക്കാന്നുള്ളത് എന്താണ് ആ ഡിസിഷനിലേക്ക് എത്തുന്നത് പ്രൂഫ് കണ്ടതിന് ശേഷം. അതാണ് ആ കുട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഫോട്ടോ കണ്ടപ്പോഴാണ് വിശ്വാസമായത്, അതിനുശേഷമാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള ഫോട്ടോയാണെന്ന് പറയുന്നില്ല, എങ്കിലും ആ ഫോട്ടോ കണ്ടപ്പോഴാണ് വിശ്വാസം വന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം എങ്ങനെയുള്ള ഫോട്ടോകളാണെന്ന് അത് കണ്ടവർക്കും അയച്ചവർക്കും മാത്രമേ അറിയത്തുള്ളൂ, ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഒരു പെൺകുട്ടികളെടുത്തും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നല്ല ലോകവിവരമുള്ള പെൺപിള്ളേരാണ്. ഇതിനകത്ത് പറയുന്നുണ്ട് എറണാകുളത്തെ പെൺകുട്ടിയാണ്, സൂപ്പർ പെൺകുട്ടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു പരാതിയുമായിട്ട് ആ പീഡിപ്പിച്ച ആളിൻ്റെ പേരൻസിൻ്റെ മുമ്പിൽ തന്നെ ചെല്ലേണ്ടി വന്നത്? സൂപ്പർ പെൺകുട്ടിയായിട്ടാണോ? അങ്ങനെയല്ല. കല്യാണം എന്നൊരു കാര്യം കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കൂടെ കറങ്ങാനോ ഒക്കെ ഉള്ള അനുമതി കൊടുക്കുക. അല്ലാതെ ഒരാളെനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അവൻ എന്നെ കെട്ടും എന്നും പറഞ്ഞിട്ട് പുറകെ ചെന്നിട്ട് എല്ലാ സുഖങ്ങളും കഴിഞ്ഞ് 5-6 വട്ടം ശാരീരികമായും മാനസികമായിട്ടും സുഖിച്ചതിന് ശേഷമല്ല ഇതുപോലൊരു പരാതിയായിട്ട് പോകുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സുഖിക്കാൻ പഠിക്കണം. അല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഒരു കാര്യവും ഇല്ല. പിന്നെ ഇപ്പം ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഞാൻ കാർത്തിക് സൂര്യയെ അനുകൂലിച്ച് പറയുകയാണ്. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ലോക ഫ്രോഡത്തരമാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പവിത്രത നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവളുടെ ചാരിത്ര്യത്തെ നശിപ്പിക്കുന്ന ഏതൊരുത്തനായാലും കെട്ടാതെ പിന്മാറുകയാണ്. അത് 1, 2, 3, 4 പേരല്ല എന്നാണ് ആ ഒരു വാർത്തയിൽ, ആ ഒരു ചാനലിൽ, ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരാണിനെ വിശ്വസിച്ച് നമ്മളെ ശരീരവും മനസ്സും കൊടുക്കുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് തുനിയുന്ന ഇതേപോലുള്ളവന്മാരെ തിരിച്ചറിയാൻ പെൺകുട്ടികൾ പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത്. അല്ലാതെ ഇങ്ങനെ ഇതേപോലെ നടന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. അപ്പം മറ്റുള്ള പെൺകുട്ടികൾ കൂടെ അത് ബാധകമാവും, നാണക്കേടാവും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. നമ്മളെ ഇന്ത്യൻ നിയമം അനുസരിച്ച്, നമ്മുടെ നീതിന്യായ വകുപ്പിലെ നിയമം അനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നത് കുറ്റകരമാണ്, ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്നുള്ളത് അറിയാത്തവരായിട്ട് ആരുമില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ആ പെൺകുട്ടിക്കും ധൈര്യമായി ചെന്ന് പോലീസിൽ പരാതി കൊടുക്കാവുന്നതാണ്. അതിന് തക്കവണ്ണുള്ള ശിക്ഷ അവന് വാങ്ങിച്ചു കൊടുക്കാവുന്നതുമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഞാൻ ആരെയും കാർത്തിക് സൂര്യ അടച്ചാക്ഷേപിച്ചതല്ല, ആ പെൺകുട്ടിയെയും അടച്ചാക്ഷേപിച്ചതല്ല. നമ്മുടേതായിട്ടൊരു സ്വന്തമായിട്ടൊരു കല്യാണമായിട്ട് നടത്തിയതിന് ശേഷം മാത്രം ഈ സ്വകാര്യ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിവതും ശ്രമിക്കുക. അല്ലാതെ ഉള്ളവരാണ് ഇതുപോലെ കരഞ്ഞും വിളിച്ചും നടക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്നെ ആരും പൊങ്കാലയിടാൻ വരണ്ട. നന്ദി.